അൽഹംദുലില്ലാഹ് പ്രിയപ്പെട്ടവരെ, ഒരു മാസക്കാലത്ത് വ്രതാനുഷ്ഠാനം, നോമ്പ്, തറാവീഹ്, അതേപോലെ തന്നെ പെരുന്നാളിൻ്റെ പുണ്യങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് ഫ്രീ ആയി. അൽഹംദുലില്ലാഹ്. ഇനി നമ്മുടെ റമദാനിൻ്റെ നോമ്പ് സ്വീകരിച്ചിട്ടുണ്ടോ എന്നൊരു പരിശോധന നമുക്ക് നടത്താൻ പോവാണ്. നമ്മുടെ ആരുടെയൊക്കെ നോമ്പ് സ്വീകരിച്ചു, ആരുടെയൊക്കെ തറാവീഹ് സ്വീകരിച്ചു, ആർക്കൊക്കെ ലൈലത്തുൽ ഖദർ കിട്ടി, ആർക്കൊക്കെ തൗബ സ്വീകരിച്ചു എന്നറിയാൻ നാളെ ആഖിറത്തിൽ പോയിട്ട് ഏടും മറിച്ച് നോക്കണ്ട കബൂലായെന്നറിയാൻ ഇവിടെ അറിയാം, ഇന്ന് മുതൽ അറിയാം. അതെങ്ങനെ അറിയുന്നത്? എന്താ അതിൻ്റെ അടയാളം? എന്താ നമ്മൾ പരിശോധിക്കേണ്ടത്? അത് നമുക്ക് പറയാനുണ്ട്. അതോടൊപ്പം ശവ്വാലിൻ്റെ 6 നോമ്പ് നമ്മൾ ഇനി ഈ തുടർത്തി പിടിച്ചവർക്ക് വല്ലാത്ത കൂലിയാണ്, അല്ലാത്തവർക്ക് എങ്ങനെ പിടിക്കാൻ പറ്റും? എന്തൊക്കെയാണ് നിയ്യത്ത് കൊടുക്കേണ്ടത്? ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ചെറിയ പെരുന്നാൾ, അതിൻ്റെ സന്തോഷങ്ങളെല്ലാം മനോഹരമായി നമ്മൾ അനുഭവിച്ചവരാണ്. അള്ളാഹു നമ്മിൽ നിന്ന് പരിശുദ്ധ റമദാനും ശവ്വാലിൻ്റെ പരിശുദ്ധമായ പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ സന്തോഷങ്ങളും അമലുകളും പെരുന്നാൾ നിസ്കാരമൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ശവ്വാൽ മാസം, അതായത് റമദാനോട് തൊട്ട് ചേർന്ന് വരുന്ന ഈ പരിശുദ്ധ മാസത്തിൽ റമദാനിൻ്റെ നോമ്പ്, നമ്മൾ എടുത്ത റമദാൻ നോമ്പ് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്നതിൻ്റെ അടയാളം, അത് നാളെ ആഖിറത്തിൽ ചെന്ന് പരലോകത്ത് എന്നിട്ട് ഏട് വായിക്കുമ്പോൾ നോക്കാം. 2026 റമദാൻ കബൂലായിട്ടുണ്ടോ, സൈൻ ചെയ്തിട്ടുണ്ടോ, ടിക്ക് ചെയ്ത് പോയിട്ടുണ്ടോ? അതല്ല, അതിൻ്റെ അനുഭവം ഇവിടെ വെച്ച് നമുക്കറിയാൻ പറ്റും. ആ അനുഭവം തിരിച്ചറിയലാണ് ഈ ശവ്വാൽ മാസം. ഈ മാസത്തിൽ നമ്മൾ എങ്ങനെയെന്ന് നോക്കിയിട്ടാണ് റമദാനിൻ്റെ നോമ്പ് കബൂലായോ എന്ന് പരിശോധിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് പരിശുദ്ധമായ ശവ്വാൽ മാസത്തിൽ, പ്രത്യേകിച്ച് ശവ്വാലിൻ്റെ സുന്നത്ത് നോമ്പ് എടുക്കാൻ ഒരാൾക്ക് താല്പര്യമുണ്ട്. അയാൾ ശവ്വാൽ തീരുന്നതിന് മുമ്പ് എടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അവരുടെ നോമ്പ് കബൂലായി എന്നതിൻ്റെ അടയാളമാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് ഉദ്ധരണികൾ കാണാൻ പറ്റും. എത്ര മനോഹരമാണ്! അള്ളാഹു സ്വീകരിച്ചു എന്നതിൻ്റെ അടയാളമാണ്. വീണ്ടും റമദാൻ മാസം കഴിഞ്ഞു, പരിശുദ്ധ റമദാൻ കഴിഞ്ഞു, ശവ്വാൽ മാസത്തിലേക്ക് വന്നു. അപ്പോൾ വീണ്ടും നന്മ ചെയ്യാനുള്ള ഒരു ആഗ്രഹം, അതായത് റമദാനിൻ്റെ ചൈതന്യവും ആ നിസ്കാരവും ഖുർആനോത്തും ശ്രദ്ധയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് റിവേഴ്സ് പോകുന്നില്ല. അതങ്ങനെ തുടർത്താൻ വേണ്ടി ആഗ്രഹിച്ചു, അങ്ങനെ മുന്നോട്ട് പോകാൻ. അങ്ങനെ സൗഭാഗ്യമുണ്ടെങ്കിൽ, അതായത് നമ്മൾ പഴയ റമദാന് മുമ്പുള്ള അവസ്ഥയിലേക്ക് മടങ്ങി പഴയ ശൈലിയിലേക്ക് വന്നു, നിസ്കാരമൊക്കെ തോന്നിയ പോലെയായി, എന്നാൽ റമദാൻ പരാജയപ്പെട്ടു എന്നതിൻ്റെ പച്ചയായ അടയാളം. ഒരാളോടും ചോദിക്കേണ്ട, ഇനി ഒരു ഏടും മറിച്ചു നോക്കണ്ട. നമ്മൾ പഴയ അവസ്ഥയിൽ ആദ്യത്തെ പോലെ തന്നെ അമലുകളിൽ നമ്മൾക്ക് പോരായ്മയാണ്. നമ്മൾ നിസ്കാരമൊക്കെ ശ്രദ്ധ വിട്ടു, പള്ളിയായിട്ടൊക്കെ കണക്ഷൻ വിട്ടു. എന്നാൽ തീർച്ചയായിട്ടും എന്താ ഉണ്ടായത്? റമദാൻ പാഴായി എന്നതിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇങ്ങനെ ഇനി അങ്ങോട്ട് ഒരു പുതിയ ന്യൂ ജീവിതം, ന്യൂ ലൈഫാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. റമദാൻ്റെ ചൈതന്യം അങ്ങനെ പോകട്ടെ, ഇല്ലെങ്കിൽ നമ്മുടെ നോമ്പടക്കം കയ്യിൽ നിന്ന് പോയൊരു അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് സവാബുൽ ഹസനത്തി അൽ ഹസനത്തു ബഅദഹ, അങ്ങനെയാണ്. ഒരു നന്മയുടെ കൂലി, ചെയ്ത നന്മയുടെ സവാബ് കൂലി എന്ന് പറയുന്നത് അതിനുശേഷം അൽ ഹസനത്തു ബഅദഹ, അതിനുശേഷവും നന്മ ചെയ്യാനുള്ള ഒരു ആവേശമാണ്. അപ്പം നിസ്കാരം ഇനി ശ്രദ്ധിച്ചു തുടങ്ങി. സുബഹി നിസ്കാരത്തിനൊക്കെ നമ്മൾ എണീറ്റ് അത്താഴമൊക്കെ കഴിച്ചിട്ട് സുബഹി നിസ്കാരം നിസ്കരിക്കുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു. അത് മുടങ്ങുന്നില്ല, അത് തുടരാൻ കഴിയുന്നുണ്ട്. ആ അലാറം നമ്മൾ മാറ്റിയില്ല, റമദാനിൻ്റെ അലാറം നമ്മൾ മാറ്റിയില്ല സുബഹിൻ്റെ അത്താഴ നേരത്ത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് അള്ളാഹു കബൂലിയത്ത് നൽകി, കൂലി നൽകി എന്നതിൻ്റെ അടയാളമാണ്. അപ്പോൾ ഇനി ശേഷം ചെയ്യുന്ന കർമ്മങ്ങൾ, ആദ്യം ചെയ്ത കർമ്മങ്ങൾ കബൂലായി എന്നതിൻ്റെ സൂചനയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് പരിഗണിച്ചു കൊടുക്കുക. പിന്നെ പരിശുദ്ധമായ ശവ്വാലിൻ്റെ നോമ്പിനെ കുറിച്ചാണ്. പരിശുദ്ധമായ ശവ്വാലിൻ്റെ നോമ്പ് നമ്മൾ പറഞ്ഞല്ലോ, അത് തുടർച്ചയായിട്ട് പിടിക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കിടെയാണെങ്കിലും ശവ്വാലിൻ്റെ 6 ദിവസം കഴിയുന്നതിന് മുമ്പ് അൽഹംദുലില്ലാഹ് നമ്മൾ പിടിച്ചു വീട്ടിയാൽ മതി. നമ്മൾ മനസ്സ് വെക്കണം. അങ്ങനെ പിടിച്ചു വീട്ടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിൻ്റെ കൂലി, വമ്പൻ കൂലി നൽകും. പ്രത്യേകിച്ച് ചേർത്തിയോട് പിടിച്ചു പോകുമ്പോഴൊക്കെ നമുക്ക് കിട്ടാൻ പോകുന്ന കൂലി പറഞ്ഞിരുന്നല്ലോ, സ്വാമദ്ദഹറ കുല്ല, കാലം മുഴുവനും നോമ്പ് പിടിച്ച കൂലിയിലേക്ക് വരാൻ പറ്റും. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറണം. പിന്നെയോ, നമ്മൾ ഈ ഒരു മാസക്കാലം ചെയ്ത തൗബ ഉണ്ടല്ലോ, അള്ളാഹുവെ നിസ്കാരമൊക്കെ ശ്രദ്ധിക്കാതെ പോയിരുന്ന അവസ്ഥ ഉണ്ടായി, ഇനി ഞാൻ ചെയ്യൂല അല്ലാ, ഞാൻ നന്നായിക്കോളാം അല്ലാ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ദൃഢനിശ്ചയം ഉണ്ടല്ലോ, അള്ളാഹുവിനോട് പറഞ്ഞിരിക്കുന്നൊരു വാക്ക്, അത് നമ്മൾ പൊളിക്കാൻ പാടില്ല. നമ്മൾ അള്ളാഹുവെ ഇനി ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞില്ലേ, എന്നിട്ട് വളരെ സിമ്പിളായിട്ട് നമ്മൾ തെറ്റിലേക്ക് പോകുക. പ്രത്യേകിച്ച് നിസ്കാരത്തിൻ്റെ കാര്യം എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന ഒരു 2 പോസ്റ്റർ നമുക്ക് കാണാനിടയായി. അതെവിടെയോ തമാശയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്താണോ ഒന്നറിയില്ല. ഏതായിരുന്നാലും ഒന്ന് അറബിക് ഒരു മാറ്ററാണ്,
അതായത് അദ്ഹബദ്ദുയൂഫ്, അതിഥികളെല്ലാം കടന്നുപോയി. അതിഥികളായിട്ട് വന്ന ആളുകളുണ്ടല്ലോ, അവരെല്ലാം കഴിഞ്ഞുപോയി. അതിഥികളായിട്ട് റമളാനിൽ മാത്രം വന്നിരുന്ന ചില ആളുകളുണ്ട്, അവരെല്ലാം ഇറങ്ങിപ്പോയി. അവസാനം അഹ്ലു, പള്ളിയുടെ അഹലുകാർ മാത്രം, അവരന്നും ഇന്നും അവരൊക്കെയാണ്. ആ ഒരു ആളുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് സഫിൻ്റെ ഒന്നാമത്തെ സഫിൽ, ആദ്യത്തെ സഫിൽ കുറച്ച് പേരേ ഉള്ളൂ. അവരന്നുണ്ട് ഇന്നുണ്ട്. അതിഥികളായി വന്നവരൊക്കെ പോയി റമളാൻ പോയതോടെ. അങ്ങനെയാകാൻ പാടില്ല എന്നുള്ള സന്ദേശമാണ്. മറ്റൊരു സ്ഥലത്ത് കണ്ട ഒരു ബോർഡിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത് അള്ളാഹുവിൽ എങ്ങനെയാണെന്ന്, റമളാൻ കഴിഞ്ഞാലും പള്ളിയിൽ നിസ്കാരം ഉണ്ടായിരിക്കും. അത് വല്ലാത്ത, ഏതാണെങ്കിലും തമാശക്കാണെങ്കിലും അത് വല്ലാത്തൊരു ആശയം പഠിപ്പിക്കുന്നുണ്ട്. ആ ആശയം നമ്മുടെ കാതിലൂടെ ഖൽബിലേക്ക്, നെഞ്ചകത്തേക്ക് കയറണം. ഞാൻ ആ അശ്രദ്ധവാന്മാരിൽ പെട്ടുപോയോ? ആലോചിച്ച് നോക്കി. റമളാനിൽ ഞാൻ ചെയ്ത തൗബ ഒരു കാക്കക്കുളി പോലത്തെ കാക്കത്തൗബയാണോ? ഒരു നാടകമായിരുന്നു അത് കേവലം ഒരു ചടങ്ങല്ലേ തൗബ 27-ാം രാവിൽ റമളാനിൽ. അത് ഞാൻ നടത്തിയെന്നല്ലാതെ അല്ലാഹുമ്മ ഫുല്ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന് പാപം പൊറുക്കാൻ വേണ്ടി ഉഫ്രത്തിൻ്റെ പത്തിൽ പറഞ്ഞു എന്നല്ലാതെ ഞാനത് മനസ്സറിഞ്ഞ് പറഞ്ഞിട്ടൊന്നുമില്ല. ഇനി ഞാൻ പഴയ ഇതിലേക്ക് മടങ്ങാണ് എന്ന് പറയുന്ന ഒരു നാടകമായിരുന്നോ നമ്മുടെ ആ ദുആയൊക്കെ? അള്ളാഹു കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നെ തിരിച്ചറിയാം നമ്മുടെ കാര്യം പോക്കാണ്, റമളാൻ പരാജയപ്പെട്ടു. അപ്പോൾ ഈ അടയാളങ്ങളെ കൊണ്ട് അൽഹംദുലില്ലാ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. മുന്നോട്ട് ഇനി അങ്ങോട്ട് പോവുക. അപ്പോൾ നമ്മൾ ഈ തെറ്റുകളിലേക്ക് തിരിഞ്ഞു നടക്കേണ്ടതിന് പകരം നന്മയിലേക്ക് തന്നെ മുന്നോട്ട് പോവുക. ആ ഒരു സ്പിരിച്വലി ചൈതന്യം നമ്മൾ ഇനി മുന്നോട്ട് കെടാതെ, കൈമുതലായി നഷ്ടപ്പെടാതെ നമ്മൾ സൂക്ഷിച്ച് മുന്നോട്ട് പോകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ എല്ലാ ബറക്കത്തും നൽകട്ടെ. ശവ്വാൽ നോമ്പ് കഴിവിൻ്റെ പരമാവധി തിങ്കൾ വ്യാഴമൊക്കെ നോമ്പ് ചേർത്തി പിടിക്കാവുന്നതാണ്. ആ ദിവസത്തെ നെയ്യത്ത് വെക്കുക, തിങ്കളിൻ്റെ നോമ്പിൻ്റെ നെയ്യത്ത് വെക്കുക, ശവ്വാലിൻ്റെ 6 നോമ്പിൽ ഒരു നോമ്പ് നെയ്യത്ത് വെക്കുക. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ഫറദ് നോമ്പ് ഖളാ വീട്ടാൻ വേണ്ടി കുറേ ആളുകൾ ഈ റമളാൻ നഷ്ടപ്പെട്ടവരുണ്ടാവും. എത്രയും പെട്ടെന്ന് വീട്ടാൻ വേണ്ടി നോക്കുക. ആ വീട്ടും എന്ത് ചെയ്യുക, നമുക്ക് ഈ നിയ്യത്ത് ചേർത്ത് കൊടുക്കാം. അല്ലാഹു എൻ്റെ നഷ്ടപ്പെട്ടു പോയ റമളാൻ്റെ ഒരു ഫർദ് നോമ്പ് ഞാൻ ഖളാ വീട്ടാൻ കരുതി, അതോടൊപ്പം തിങ്കൾ, അതോടൊപ്പം ശവ്വാലിൻ്റെ 6 നോമ്പിൽ ഒരു നോമ്പ്. ഇതൊക്കെ നമ്മൾ ചേർത്ത് ഒരുപാട് പ്രതിഫലം കിട്ടും. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറും ബറക്കത്തും റമളാൻ കൊണ്ട് വിശ്വാസികൾക്ക് വിജയം പ്രാപിക്കുന്നവർ അല്ലാഹു പെടുത്തട്ടെ. നോമ്പും തറാവീഹ് അല്ലാഹു തള്ളിക്കളഞ്ഞവരിൽ അല്ലാഹു നമ്മളെ പെടുത്താതെ കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله